കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന ഓരോ കായിക വാർത്തകളും നിങ്ങൾ തേടിയെത്തും. നേരെ വീഡിയോയിലേക്ക് പോകാം. T20 ലോകകപ്പ് അതിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരി 21 സൂപ്പർ ഹിറ്റിന് തുടക്കമാകും. ഇതിനിടയിൽ ഇന്ത്യയുടെ പുറത്താവൽ പ്രതീക്ഷിച്ച് മുൻ പാകിസ്ഥാൻ ബോളർ മുഹമ്മദ് ആമിർ. അത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ഞെട്ടലും ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അത്ര എളുപ്പമാകില്ല ഇന്ത്യക്ക് എന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ താരം വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ ചാനലായ ജിയോ TVയിലെ പ്രോഗ്രാമിലാണ് ഈ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഇന്ത്യൻ ബാറ്റിംഗ് നേരെ സമ്മർദ്ദപ്പെടും എന്നാണ് അദ്ദേഹം കരുതുന്നത്. പാകിസ്ഥാനോട് ഒഴിച്ചുള്ള മത്സരത്തിലെല്ലാം ഇന്ത്യൻ ബാറ്റിംഗ് നേരെ കഴിവിനകത്ത് പ്രകടനം കാഴ്ചവെച്ചില്ല. ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും നിലവിൽ മികച്ച ഫോമിലാണ്. ഏത് വമ്പന്മാരെയും തോൽപ്പിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ട്. ഇവർക്ക് മുന്നിൽ ഇന്ത്യ പതറും എന്നാണ് ആമിറിന്റെ കണക്കുകൂട്ടലുകൾ. അത് ആമിറിന്റെ ഈ ആമോഹം മാത്രമാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ഗ്രൂപ്പിൽ തോൽവി അറിയാതെ വരുന്ന 3 ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവരാണ് അവർ. ഈ 3 കടുത്ത മത്സരമാണ് ഉള്ളത്. ഫെബ്രുവരി 22 ഇന്ത്യയുടെ ആദ്യ മത്സരം അഹമ്മദാബാദിലാണ് നടക്കുന്നത്. ഫെബ്രുവരി 26 ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം. ഇത് ചെന്നൈയിലെ ചെപ്പോക്കിലാണ് നടക്കുന്നത്. മാർച്ച് 1 ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുന്നത്. മാർച്ച് 26 സിംബാബ്വെ ഇന്ത്യ മത്സരമാണ്. ഏപ്രിൽ. മാർച്ച് 1 ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം ചെപ്പോക്കിൽ നടക്കുന്നത്. ഏപ്രിൽ 22 സൗത്ത് ആഫ്രിക്ക ഇന്ത്യ മത്സരം നടക്കും. സെമി കടക്കാൻ ഈ മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ 2 ഓരോ ടീമും വിജയിക്കണം. ഇന്ത്യക്ക് നിർണായകമാണ് ഈ വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള മത്സരവും ശ്രീലങ്കയായിട്ടുള്ള മത്സരം ഒക്കെ. എല്ലാ മത്സരവും നിർണായകമാണ്. സിംബാബ്വെനെ എഴുതി തല്ലാനും സാധിക്കില്ല. ഇതിനിടയിൽ ഇന്ത്യ തോക്കുമെന്ന പ്രതീക്ഷനായി ബും അഫ്രീദി രംഗത്തെത്തി. ഇന്ത്യ തോക്കും, സെമി പോലും കാണാതെ പുറത്താകും എന്നാണ് മുൻ പാകിസ്ഥാൻ താരം അഫ്രീദിയുടെ കണക്കൂട്ടലുകൾ. നിലവിൽ ഇന്ത്യയുടെ തോൽവി അറിയാതെ കുതിക്കുന്ന ഇന്ത്യയെ കടിഞ്ഞാണിടാൻ സിംബാബ്വെ ടീമിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതായി അഫ്രീദി പറഞ്ഞു. അതുകൊണ്ട് സിംബാബ്വെയോട് തോക്കാൻ തയ്യാറെടുത്തിരിക്കണം ഇന്ത്യ എന്ന് അഫ്രീദി മുന്നറിയിപ്പ് നൽകി, കളിയാക്കിക്കൊണ്ട്. യാഥാർത്ഥ്യം ഇന്ത്യ സർവ്വമേഖലയിലും മികവ് പുലർത്തിയാണ് ഇന്ത്യ 4 മത്സരം ജയിച്ച് സൂപ്പർ ഹിറ്റിലെത്തിയത്. അഭിഷേക് ശർമ്മയുടെ ഫോമും തിലക് വർമ്മയുടെ ഫോമും മാത്രമാണ് ഒരു ആശങ്ക നൽകുന്നത്. കളിച്ച 3 കളിയിലും അഭിഷേക് ശർമ്മ ഡെക്കായിരുന്നു. ഇത് സൂപ്പർ ഹിറ്റിന് പരിഹാരം കാണും എന്നാണ് ഇന്ത്യൻ ടീമിന്റെ പ്രത്യാശ. എന്നിവ ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓൾറൗണ്ടറായി ടീമിന് മുതൽകൂട്ടാവുണ്ട്. ബോളിൽ നിന്ന് വന്ന വരുൺ ചക്രവർത്തി, ജസ്കുമാർ, അക്ഷർ പട്ടേൽ, അക്ഷദീപ് അടങ്ങിയ ബോളിംഗ് ശക്തമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ആദ്യ സൂപ്പർ ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി നമുക്ക് വീണ്ടും കണ്ടുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.